ഭാമയുടെ വിഷയത്തിലും ഇങ്ങനെയായിരുന്നു. എന്നോട് അമ്മയോ ഭാവനയോ ഒന്നും പറഞ്ഞിരുന്നില്ല. അവസാനം ഞാൻ അറിയുന്ന ഘട്ടം വന്നപ്പോഴാ എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞാൽ ഞാൻ അവനെ വീട് കയറിത്തല്ലോ എന്നറിയാം, അതുകൊണ്ടായിരിക്കും പറയാറുന്നത്. പക്ഷെ എന്നോട് പറയാറുന്നല്ലോ സേതോട്ടാ. ഞാൻ എന്താ നാട്ടുകാരോടൊക്കെ പറയാൻ നടക്കുവാണോ? എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാ. എന്നിട്ടും ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ പോയില്ല. എന്നോട് പറയാൻ മടിയുള്ളവരോട് ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഇനി ഞാനായിട്ട് ഭാനുവിന്റെ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. വെറുതെ എന്തിനാ ഞാൻ എല്ലാവരുടെയും ശത്രുവാകുന്നു? അതെ സേതോട്ടാ, അതാ നല്ലത്. കഴിയുന്നതും അമ്മയുടെ സ്വത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഷെയറും മേടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം. ഇനിയുള്ള കാലം അതാ നല്ലത്. ഞാനും അക്കാര്യം തന്നെ ആലോചിക്കുന്നത്. ഒരു കണക്കിനുള്ള സ്നേഹമെങ്കിലും നിലനിർത്താനായിട്ട് ഈ തീരുമാനം നല്ലതാണ്. ആദ്യം അമ്മയുടെ ഷെയർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കട്ടെ. അമ്മയെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണം. അമ്മ മിക്കവാറും ഭാവനയ്ക്കായിരിക്കും കൂടുതൽ കൊടുക്കുന്നത്. അവളാണല്ലോ ഇത്രയും കാലം ഈ കുടുംബത്തെ നിലനിർത്തിയത്. ഭാവനയ്ക്കാണ് കൂടുതൽ കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്തായാലും ഈ വീട് വാങ്ങാൻ അമ്മ തീരുമാനിച്ചല്ലോ. ബാക്കിയുള്ളത് ചിലപ്പോ 5 മക്കൾക്കും ഒരുപോലെ വീതിച്ചു നൽകാനും സാധ്യതയുണ്ട്. അതാ നല്ലത്. അതാകുമ്പോൾ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. ഭാമ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അവകാശം പെൺമക്കൾക്കാ കൂടുതലെന്ന് ആരോടോ പറയുന്ന ഞാൻ കേട്ടതാ. അത് ശരി. അപ്പൊ അതിനുള്ള കണക്കൂട്ടലൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലേ? പിന്നല്ലാതെ നമ്മളും അതാണല്ലോ ചെയ്യുന്നേ. എന്തായാലും അമ്മയുടെ തീരുമാനം എന്താണെന്ന് അനുസരിച്ചിരിക്കും. എന്നിട്ട് പറയാം നമുക്ക് നമ്മുടെ അഭിപ്രായം. ഞാനൊരു കാര്യം പറഞ്ഞ സേതോട്ടൻ കേക്കോ? പറ. വസ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും വെവ്വേറെ താമസമാവും. അപ്പൊ പിന്നെ അമ്മ ഒറ്റയ്ക്കാവും. അങ്ങനെയാണെങ്കിൽ അമ്മയെ നമുക്കൊപ്പം വേണം നിർത്താൻ. ഇത് ഞാനും മനസ്സിൽ കണ്ടതാ മായേ. അല്ലെങ്കിലും അമ്മ ആൺമക്കൊപ്പം നിൽക്കാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാനല്ലേ മൂത്തത്. ഈ കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ പറ്റത്തില്ല. പെൺമക്കളോടൊപ്പം അമ്മ ഏതായാലും പോകാനൊന്നും പോകുന്നില്ല. ഇനി അഥവാ പോയാലും ഭാവനയുടെ കൂടെ മാത്രമേ അമ്മ പോകത്തുള്ളൂ. പക്ഷെ ആ ജയനിർമ്മലാൻ്റെ സ്വഭാവം വെച്ച് ഒരിക്കലും അമ്മയ്ക്ക് അവിടെ സ്വസ്ഥത കിട്ടത്തില്ല. എന്തായാലും ഭാവം വെപ്പ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഈ വിഷയം സംസാരിക്കാം. എന്തായാലും രമേശിന്റെ കെയർ ഓഫിൽ ആ വസ്തുവിന് വന്ന ആൾ ഓക്കെ ആണല്ലോ. അവരുടനെ അഡ്വാൻസും കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ട് നമ്മൾ നോക്കിയ വീടിന് ഒരു അഡ്വാൻസ് കൊടുക്കണം. നോക്കട്ടെ, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാൻ ഒന്നുമില്ല സേതോട്ടാ. ആ വീട് പോയാ പിന്നെ അതുപോലൊരു വീട് കിട്ടത്തില്ല. ഇനിയിപ്പോ തന്റെ അമ്മ പറയില്ലല്ലോ ഞാൻ ഒരു ഗതിയില്ലാത്തവനാണെന്ന്. ഭർത്തേട്ടിന് ഇങ്ങനൊരു സൗഭാഗ്യം വന്നു ചേരുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സേതുവേട്ടനും മായേച്ചും വീട് നോക്കി വെച്ചിരിക്കുക. നമുക്കൊരു വീട് നോക്കണ്ടേ? നോക്കണായിരുന്നതി. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. എന്റെ ആഗ്രഹം സിറ്റിയിൽ നിന്നും കുറച്ച് മാറി സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കണം എന്നാ. അത് നല്ല ഐഡിയ ഭരത്തേട്ടാ. അപ്പോ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാൻ പറ്റുമല്ലോ. മോഹൻ മാമൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ സേതുവേട്ടനും ഭാമയെ എതിർത്തല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൊടുക്കണ്ട. ആരും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ എഴുതി കൊടുക്കുന്നേ? കൊടുത്താലും ഭാവനേച്ചി മാത്രമേ കൊടുക്കൂ. പിന്നെ ആന്റിയും കൊടുക്കും. ഭാനുവാണെങ്കിൽ ഒട്ടും കൊടുക്കില്ല. അതെങ്ങനെ കൊടുക്കും? അവളെ ദ്രോഹിച്ചവരെ അവള് സഹായിക്കാൻ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും അമ്മയുടെ ഷെയർ മക്കൾക്കെല്ലാം കൂടി ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതിനും ഒരു വിഹിതം കൊടുക്കാം. അത് നല്ലൊരു ഐഡിയ. പിന്നെ തൽക്കാലം ഇതൊന്നും ആരോടും പറയണ്ട. എല്ലാവർക്കും അവരവരുടെ ഷെയർ കൈ കിട്ടട്ടെ. സത്യം പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ നിന്നൊക്കെ മാറി താമസിച്ചാലേ ഒരു പ്രൈവസി കിട്ടും. ഇനി ഭാനുവിനൊരു കല്യാണം വരുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടാം.
എന്നാലൊരു വിലയൊക്കെ ഉണ്ടാവും. അപ്പോ എല്ലാവർക്കും വലുത് സ്വന്തം കാര്യം തന്നെയാണ്. താൻ എന്തിനാണോ ഈ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ കയറി പറയാൻ പോന്നെ? തന്റെ മോഹനമാമൻ എന്തു കൊടുക്കണമെന്ന് ഭാവനേച്ചി ആന്റിയും കൂടെ തീരുമാനിച്ചോളൂ. അവര് പറഞ്ഞാൽ തനിക്ക് കൊടുത്തല്ലേ പറ്റൂ. ഇത്രയും നാൾ ആ വസ്തുവിന്റെ കാര്യം നമ്മളെ അറിയിക്കാതെ ഒളിച്ചു വെച്ചതുകൊണ്ട് നോക്കിയേ, അതുകൊണ്ടേ 1 രൂപ പോലും കൊടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഭാമയും അഭിയും എന്ത് തീരുമാനത്തിലായിരിക്കും? താൻ എന്താടോ ഇങ്ങനെ ആയിപ്പോയെ? ആവശ്യത്തിൽ കൂടുതൽ കാശാ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത്. അതൊന്നും മനസ്സിലാക്കാദ്യം. അതൊക്കെ ഞാൻ കണക്ക് കൂട്ടി നോക്കി. ഇന്നത്തെ കാലത്ത് 20 കോടി എന്നൊക്കെ പറഞ്ഞ ഒരു വിലയും ഇല്ല അഭി. താൻ കൊള്ളാവല്ലോടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല താൻ. ദേ ആണല്ലോ, വിട്. അതാണ് ഞാൻ. ഇനി അമ്മയുടെ ഷെയർ കൂടി എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞ മനസ്സിനൊരു സമാധാനം കിട്ടുമായിരുന്നു. അതെന്തായാലും ഉടനെ ആർക്കും തരാൻ പോകുന്നില്ല. ഇനി അഥവാ തന്നാലും എല്ലാ മക്കൾക്കും ഈക്വൽ ഷെയർ ആയിരിക്കും. അല്ല, അതെങ്ങനെ ശരിയാവുന്നേ? അമ്മയുടെ സ്വത്തിന്റെ അവകാശം ഭാഗം ചെയ്ത പെൺമക്കൾക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോ എനിക്കും ഭാനുവിനും കൂടുതൽ കിട്ടണം. അപ്പോ ഭാവനേച്ചിയെ താൻ താഴ്ന്നു. ഭാവനേച്ചിക്ക് ഇപ്പൊ കാശിന്റെ ആവശ്യമൊന്നും കാണൂല. സൂര്യേട്ടന് അത്രമാത്രം സ്വത്തുള്ളതല്ലേ. അത് പിന്നെ ആർക്കും ഭാഗം വെക്കാൻ വേണ്ടല്ലോ. സൂര്യൻ ഉണ്ടെങ്കിൽ അത് സൂര്യന് കൊള്ളാം. അല്ലാണ്ട് ഭാവനേച്ചിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഭാവനേച്ചിക്ക് ഒരു നിലയും വിലയും ഒക്കെ കാണും. ദേ, താൻ വെറുതെ ഈ ഭാഗത്തിന്റെ പേര് പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കാൻ നിൽക്കരുത്. എന്തിനാണോ വെറുതെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി വെക്കുന്നത്? അഭി, പറയേണ്ടത് പറഞ്ഞാലേ ശരിയാവൂ. ആ, ഇവിടെ താൻ ഈ വിവരം പറഞ്ഞാൽ ഒറ്റപ്പെടുന്നത് താൻ തന്നെ ആയിരിക്കും. എല്ലാരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നോക്കും. വെറുതെ ശത്രുത ഉണ്ടാക്കാം. ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു സംസാരം വന്നാ ഞാൻ എന്തായാലും പറയും. എന്തോറ്റി സേതുട്ടൻ കണ്ടോ? ഇല്ല സൂര്യ. എന്താ ഞാൻ എന്താ സൂര്യ പറയേണ്ടത്? ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. എന്താ താൻ കാര്യം പറ. അവിടെ സേതുവേട്ടനും മായേച്ചിയും ഗൗരവമായ ചർച്ചയില്ല സൂര്യ. എത്രയും വേഗം അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ള ഷെയറും വാങ്ങി പോകാനാ തീരുമാനം. സേതുവേട്ടനും മായേച്ചിയും മാത്രല്ല, എല്ലാവരും കണക്ക് തന്നെയാ. ഇതൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാ ഭാവന. എന്നാലും പണമെന്ന് കേൾക്കുമ്പോ മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുമോ സൂര്യ? പണത്തിന് മാത്രമേ മനുഷ്യനെ മാറ്റാൻ പറ്റുള്ളൂ ഭാവന. മനുഷ്യനെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും പണം തന്നെയാണ്.